Hi all, welcome back to Mommy's Gusto. ഞാനിന്നിവിടെ അല്പം സ്പൈസിയും എന്നാൽ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഷെസ്വാൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായി നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കാം. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. ഈ ഷെസ്വാനി ഫ്രൈഡ് റൈസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഷെസ്വാൻ സോസ് ആണ്. ഞാനിത് മുന്നേ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അത് ആവശ്യമുള്ളവർ അതൊന്ന് വിസിറ്റ് ചെയ്താൽ കാണാവുന്നതാണ്. ഇത് ഞാനിവിടെ സെസ്മി ഓയിലാണ് ചെയ്യുന്നത്. 1/4 കപ്പ് സെസ്മി ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ താഴെയുള്ള ഭാഗം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതൊന്ന് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 8-10 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതോട് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരു 400 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ പീസുകൾ നന്നായി വെന്ത് കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസൂടെ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്കൊരു മാഗി ക്യൂബ് ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഇതൊന്ന് അടിച്ചു വെച്ച് വേവിക്കാം. എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ക്യാബേജ് നീളത്തിലരിഞ്ഞതും 1 ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി യോജിപ്പിച്ച് എടുക്കണം. ഇതിലേക്ക് അല്പം സെലറിയുടെ ഇല ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി ശേഷം 2 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ വിനേഗർ, അല്പം ഉപ്പ്, 1 ടീസ്പൂൺ ഷുഗർ എന്നിവ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. സോസിലെല്ലാം ഉപ്പുള്ളത് കൊണ്ടാണ് അല്പം ഉപ്പ് ചേർത്തത്. ഉപ്പൊന്ന് ശ്രദ്ധിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് ഒരു 4 കപ്പ് വേവിച്ച ചോറാണ് ഞാൻ ചേർത്തത്. ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഉപ്പിട്ട് വേവിച്ച ഈ ചോറ് ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് ഇളക്കിയെടുക്കണം. ശേഷം ഒരു പിടി സ്പ്രിംഗ് ഓണിയനൂടെ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി എല്ലാവരും എപ്പോഴും ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായൊരു രുചിയിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്.